നിയമസഭയിൽ 1.25 മണിക്കൂറോളം നീണ്ടുനിന്ന ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗം മുഖ്യമന്ത്രിയുടേത് വാചക കസർത്തായിരുന്നു മുഴുവൻ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ഒളിച്ചു കടത്താൻ ശ്രമിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവുമായി ബന്ധപ്പെട്ട് അതെല്ലാം ചെയ്തത് LDF ആണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതെല്ലാം വേണ്ടെന്ന് വെച്ചാൽ പോരെ, അതല്ലേ പുതിയ സർക്കാർ ചെയ്യേണ്ടത്, കോൺഗ്രസ് സർക്കാർ ചെയ്യേണ്ടത് എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. പറഞ്ഞത് മുഴുവൻ വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. എണ്ണി മറുപടി പറഞ്ഞിട്ടുണ്ട് മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ടതാണ്, കേൾക്കാം. വീര്യം കുറഞ്ഞ മദ്യത്തിന് ആരും അറിയാതെ സൂത്രത്തിൽ നികുതി കുത്തനെ കുറച്ചു കൊടുത്ത് മദ്യക്കുട്ടകളെ സഹായിക്കാൻ നടത്തിയ ഡീൽ കയ്യോടെ പിടിക്കപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കള്ളങ്ങളുടെ ഘോഷയാത്ര നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതാണ് അവാസ്തവങ്ങളും അസത്യങ്ങളുമാണ് അദ്ദേഹം രക്ഷപ്പെടാനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറുപടി അവാസ്തവങ്ങൾ നിറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നത് MV ഗോവിന്ദമാഷ് എക്സൈസ് മന്ത്രിയായപ്പോഴാണ് നികുതി കുറയ്ക്കാനുള്ള നീക്കം നടത്തിയത്. അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഉദ്ധരിച്ച ഫയൽ പറയുന്നത് എന്താണ്? വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിർവചനം എന്താണ് എന്ന് വ്യക്തമാക്കി പുനഃസമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അവിടെ നികുതിയുടെ പ്രശ്നമേ വരുന്നില്ല. അത് തന്നെ ചെയ്യുന്നത് എങ്ങനെയാണ്? LDF മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2022-23 മദ്യനയം. ആ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിർവചനം എന്താണ് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നത്. അതെല്ലാം സുതാര്യമായി നടന്ന കാര്യങ്ങളാണ്, ഞങ്ങൾ വിശദീകരിച്ച കാര്യങ്ങളാണ്. അത് ഇതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? വീര്യം കുറഞ്ഞ മദ്യം അനുവദിക്കാനുള്ള ചട്ട ഭേദഗതി LDF തന്നെയാണ് കൊണ്ടുവന്നത്. 3 കാറ്റഗറികളിലായി. അതൊക്കെ ഞങ്ങൾ നേരത്തെ വിശദീകരിച്ചതാണ്. 40 വൈൻ, 40 ലിറ്റർ, ലോ സ്ട്രെങ്ത് ആൽക്കഹോൾ. 3 നയത്തിൽ പറഞ്ഞ് LDFന്റെയും ക്യാബിനറ്റിന്റെയും അനുമതിയോടെ ജനങ്ങളുടെ മധ്യത്തിൽ അവതരിപ്പിച്ച് പിന്നെ നടപടിക്രമങ്ങൾ പാലിച്ച് ചട്ടം ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷെ അപ്പോഴൊന്നും നികുതി കുറയ്ക്കുന്നതിനെ കുറിച്ച് LDF ആലോചിച്ചിട്ടില്ല. എന്നിട്ട് മുഖ്യമന്ത്രി ഇന്നലെ പച്ചക്കള്ളം പറഞ്ഞു. അവസാനം നികുതി കുറയ്ക്കാൻ ധാരണയായി തെരഞ്ഞെടുപ്പായതുകൊണ്ട് നടപ്പാക്കാതിരുന്നതാണ്. ഈ പച്ചക്കള്ളം പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അന്ന് അദ്ദേഹം തയ്യാറാവുന്നേ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെ ശീലം അദ്ദേഹത്തിനില്ല. പണ്ട് ഞാൻ എക്സൈസ് മന്ത്രിയായിരിക്കെ ഡൽഹി മദ്യനയ കേസിലെ പ്രതിയായ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ K കവിത സ്പീക്കറായിരിക്കുമ്പോൾ എന്റെ വീട്ടിൽ വന്ന് താമസിച്ചു എന്ന് അതിന്റെ ഭാഗമാണ് LDFന്റെ മദ്യനയം എന്നൊക്കെ ആരോപണം ഉന്നയിച്ച ആളാണ് ശ്രീ VD സതീശൻ. ആ വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ച മലയാള മനോരമ തിരുത്തുകയും തെറ്റായ വാർത്ത പുറത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ശ്രീ VD സതീശൻ അത് തിരുത്താനോ ഖേദം പ്രകടിപ്പിക്കാനോ തയ്യാറായില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് അവസാന നിമിഷം വരെ LDF ശ്രമിച്ചു, നടന്നില്ല എന്ന്. തെരഞ്ഞെടുപ്പുകാരൻ നടന്നില്ല. എന്താ വസ്തുത? ഇപ്പൊ ചട്ട ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ വീര്യം കുറഞ്ഞ മദ്യം അനുവദിച്ചുകൊണ്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ 6/1/2023 വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഗസറ്റിൽ അത് 11/1/2023 പ്രസിദ്ധീകരിച്ചു. 11/1/2023 തുടർന്ന് കമ്പനിയുടെ അപേക്ഷയ്ക്ക് അത് ഫയലായി. 23/2/2023 ശേഷം ഈ സതീശൻ ഗവൺമെന്റ് അധികാരത്തിൽ ഏൽക്കുന്നത് വരെ ആ ഫയൽ അടങ്ങിയിട്ടില്ല. എത്രകാലം? 3 കൊല്ലവും 5 മാസവും ആ
ഫയൽ LDF ഭരണം തീരുന്നത് വരെ 3 വർഷവും 5 മാസവും LDF ഭരണം തീരുന്നത് വരെ ആ ഫയൽ അടങ്ങിയിട്ടില്ല. നമുക്കിപ്പോ ഫയൽ മൂവ്മെന്റിന്റെ ഹിസ്റ്ററി കിട്ടുമല്ലോ. മുഖ്യമന്ത്രി കള്ളം പറഞ്ഞാൽ അത് പൊളിക്കുന്ന വസ്തുതകൾ നമ്മുടെ മുമ്പിൽ ഇപ്പൊ ആർക്കും കിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാൻ അവസാനം ശ്രമിച്ചു എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിന്റെ രേഖ പുറത്തുവിടത്തെ എന്ത് ശ്രമമാണ് LDF നടത്തിയത്? ഒരു കടലാസ് കൊണ്ട് അദ്ദേഹത്തിന് പുറത്തുവിടാൻ പറ്റും. വസ്തുത എന്താ? LDF ഭരണത്തിൽ 3 വർഷവും 5 മാസവും അനങ്ങാതിരുന്ന ഫയൽ ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 18-ാം തീയതി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. 21-ാം തീയതി 3.5 കൊല്ലത്തിന് ശേഷം ഫയൽ ഉയർത്തെഴുന്നേറ്റു. നിഷേധിക്കാൻ അദ്ദേഹത്തിന് കഴിയോ? 21-ാം തീയതി മെയ് 21-ാം തീയതി എന്തൊരു വേഗവും തിടുക്കവുമാണെന്ന് നോക്കണം. ഇത് പ്രകടന പത്രികയിൽ പറയാത്ത കാര്യമാണ്. സുധീർ പറഞ്ഞു, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ തിടുക്കം കണ്ടില്ല, ഈ വേഗം കണ്ടിട്ടില്ല. 3-ാം നാൾ ഇപ്പോ 3:59 ഫയൽ നീക്കം ആരംഭിക്കുന്നു. ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിക്ക് കൊടുക്കുന്നു. അതിവേഗത്തിൽ ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കുന്നു. വളരെ പെട്ടെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. വൈകുന്നേരം 6:33 ആവുമ്പോൾ ഫയൽ മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തുന്നു. ഏത് മുഖ്യമന്ത്രിയായതിന്റെ 3-ാം ദിവസം വളരെ വ്യക്തമല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഫയൽ നീക്കം നടത്തുന്നത്. അല്ലെങ്കിൽ 3.5 കൊല്ലമായിട്ട് ചത്തുകിടന്ന ഫയൽ ഉയർത്തെഴുന്നേറ്റ് ശരവേഗത്തിൽ ഉസൈൻ ബോൾട്ടിനെ തോൽപ്പിക്കുന്ന വേഗത്തിൽ ഓടി എങ്ങനെയാണ് VD സതീശന്റെ കയ്യിലെത്തുന്നത്? അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രത്യേകം ആവശ്യപ്പെട്ട് വരുത്തിയതാണ് ഫയൽ. എന്നാൽ അദ്ദേഹം തന്നെ നിയമസഭയിൽ പറയാണ് ടാക്സിന്റെ പ്രപ്പോസൽ വേഗത്തിലല്ലേ നടക്കുക, അത് ബജറ്റ് വരുന്നതിന്റെ തലേ ദിവസം അർദ്ധരാത്രിയല്ലേ പ്രസിലേക്ക് വിടുക എന്നൊക്കെ തട്ടി വിടുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മെയ് 21-ന് വൈകുന്നേരം 6:30 ശ്രീ VD സതീശന്റെ കയ്യിലെത്തിയ ഫയൽ 24 ദിവസം അദ്ദേഹം കൈവശം വെച്ചിട്ടുണ്ട്. ജൂൺ 14-ന് രാത്രി 10-12-നാണ് ഫയലിൽ തീരുമാനമെടുത്തു കൊടുക്കുന്നത്. ഇത് കാണിക്കുന്നത് എന്താ? 24 ദിവസം ഉണ്ടായിട്ടും സ്വന്തം പാർട്ടിയിലോ മുന്നണിയിലോ ചർച്ച ചെയ്തില്ലാന്നല്ലേ? സഭയില്ലാത്തതുകൊണ്ടായിരുന്നോ? ആരും അറിയരുതെന്ന നിർബന്ധം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. എന്താണ് ആ നിർബന്ധത്തിന്റെ പിന്നിലുള്ള താല്പര്യം? വളരെ ദുരൂഹത. ഇതാർക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല. കാരണം ഫയൽ മൂവ്മെന്റ് ഹിസ്റ്ററിനൊക്കെ കാണാൻ പറ്റും. 21-ാം തീയതി മെയ് 21-ന് വൈകിട്ട് 6:33 എത്തി ജൂൺ 14-ന് രാത്രി 10-12 വരെ ഫയല് മുഖ്യമന്ത്രിയുടെ കൈവശമാണ്. വേണ്ടത്ര സമയം ഉണ്ടായിരുന്നല്ലോ സ്വന്തം പാർട്ടിയുമായി UDF-ഉമായി ഒക്കെ ചർച്ച ചെയ്യാൻ. പ്രതിപക്ഷം ഇത് കയ്യോടെ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ കോൺഗ്രസിനും UDF-നും പോലും ഇതറിയാൻ പറ്റുമായിരുന്നില്ല. കയ്യോടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നില്ല. എക്സൈസ് മന്ത്രിയെ മാത്രമല്ലല്ലോ, പാർട്ടിയെ മുന്നണിയൊക്കെ വിട്ടിൽ നിർത്തിയിട്ട് ഇത് 24 ദിവസം പിടിച്ചുവെച്ച് ബജറ്റിന്റെ തൊട്ടുമുമ്പ് തീരുമാനമെടുത്ത് ബജറ്റിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആരും അറിയാതെ സൂത്രത്തിൽ നടപ്പാക്കാമെന്നാണ് അദ്ദേഹം കരുതിയത്. പ്രതിപക്ഷം കയ്യോടെ പിടിച്ചു. അതാണ് സംഭവിച്ചത്. അപ്പോ UDF-ന്റെ ഗവൺമെന്റിന്റെ മദ്യനയം UDF-ൽ തന്നെ ചർച്ച ചെയ്യാൻ ഇടയാക്കിയത് പ്രതിപക്ഷത്തിന്റെ ജാഗ്രതയോടുകൂടി ഇടപെടലാണ്. അല്ലെങ്കിൽ അത് ഈ ഒരു റോളും UDF-ൽ ഉണ്ടാവുമായിരുന്നില്ലല്ലോ. എന്നാൽ ഇപ്പൊ പറയാണ് ബജറ്റ് പാസാക്കിയാലും നയം വന്നാൽ വിൽക്കണോ വിൽക്കണ്ടേ തീരുമാനിക്കാം. എന്നാലെ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി അതിന്റെ കൊള്ളത്തരം വിൽക്കാൻ. ബജറ്റ് പാസാക്കിയത് നിയമമാണ്. നിയമസഭ പാസാക്കിയ ബജറ്റിന് മുകളിലെല്ലാം നയം. ബജറ്റ് പാസാക്കിയ കാര്യം നടപ്പാക്കണ്ടെന്ന് പറയാൻ പറ്റും. നികുതി നിർദ്ദേശം നടപ്പാക്കണ്ടെന്ന് പറയാൻ പറ്റും. ആരെ കബളിപ്പിക്കുന്നത്? ഇങ്ങനെ കള്ളം പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കി എത്ര കാലം മുന്നോട്ട് പോകുന്ന 1 മാസത്തിനുള്ളിൽ നടത്തുന്നു. ഇനി അദ്ദേഹം അവിടെ
മറ്റൊരു പ്രധാനപ്പെട്ട കള്ളം പറഞ്ഞത് അദ്ദേഹം പറയാറ് നാട് മുഴുവൻ ബാർ അനുവദിച്ച് മദ്യമൊഴുക്കിയവരാണ് ഇപ്പൊ ഞങ്ങൾ ഉപദേശിക്കുന്നത്. ആരാണ്? ആരുടെ കാലത്താണ് മദ്യപൂർവ്വം കൂടിയത്? ഞാൻ ആ കണക്കുകളിലേക്ക് വരാം. അസംബ്ലി കൊടുത്ത മറുപടി ഉണ്ടല്ലോ, ആ കണക്കുകളിലേക്ക് വരാം. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ബാർ കൂട്ടി LDF ഗവൺമെന്റ് വന്ന് ഇഷ്ടംപോലെ ബാർ അനുവദിച്ചു എന്ന വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ UDF പ്രചരിപ്പിക്കുന്ന കള്ളം മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നു. കഷ്ടം തോന്നുന്നു. മുഖ്യമന്ത്രി ഈ സോഷ്യൽ മീഡിയ സൈബർ പോരാളികളുടെ കള്ളം പറയുന്ന നിലവാരത്തിലേക്ക് എത്തിയതിൽ കഷ്ടം തോന്നുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സംസ്ഥാനത്ത് 748 ബാറുകളുണ്ടായിരുന്നു. ബാർ ഹോട്ടലുകൾ 748 പ്രവർത്തിച്ചു. അന്ന് അബ്കാരി നയത്തിൽ മാറ്റം വരുത്താൻ ഇടയാക്കി കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ മാറ്റം വന്നപ്പോ 5 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്ന 29 ബാർ ലൈസൻസ് ഒഴികെയുള്ളവ നോക്കാം. 5 സ്റ്റാർ മാത്രം മതി തീരുമാനിച്ചു. അതിൽ വാശിയുടെ മുകളിൽ ചെയ്തതാണ്. എന്താണ് വാശി? ബാർ കോഴ ആരോപണം വന്നു, സുധീരണമായിട്ട് വലിയ ഏറ്റുമുട്ടലായി. ആ ഏറ്റുമുട്ടലിന്റെ ഫലമായിട്ട് ഉമ്മൻചാണ്ടി ഒരു വാശിക്ക് ചെയ്ത കാര്യമാണ് സുധീരനെ തോൽപ്പിക്കാൻ നമ്മൾ ചെയ്ത കാര്യം. ഗത്യന്തരമില്ലാത്ത ചെയ്തതാണ്. ബാർ കോഴ ആരോപണം വന്നു. ആ ഗവൺമെന്റിനെ പിടിച്ചു പിടിക്കിയ ആരോപണമായിരുന്നു ബാർ കോഴ. കേസ് വന്നു. അപ്പോ തടിയൂരാൻ ചെയ്ത കാര്യമാണ്. എപ്പോഴാ ചെയ്തത്? 2014-15. ഉമ്മൻചാണ്ടി യഥാർത്ഥത്തിൽ ചെയ്തത് 11 മുതൽ 14 വരെ ഇഷ്ടംപോലെ ബാർ ലൈസൻസ് അനുവദിച്ചു. ബാർ ലൈസൻസ് കൊടുത്തതിൽ അഴിമതി നടന്നുവെന്ന് കണ്ടെത്തിയപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ലൈസൻസ് എല്ലാം റദ്ദാക്കിയെന്ന് മാത്രമല്ല, റദ്ദാക്കിയ എല്ലാ ബാറുകൾക്കും ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചു. ബാർ ലൈസൻസ് റദ്ദാക്കി, പക്ഷെ ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ കേരളത്തിൽ 813 ബിയർ വൈൻ പാർലറുകൾ പ്രവർത്തിച്ചു. 813 ബിയർ വൈൻ പാർലറുകൾ. അതുപോലെ ബെവ്കോയുടെ 306 ഔട്ട്ലെറ്റുകൾ പ്രവർത്തിച്ചു. എന്താ പറയുന്നത്? മുഖ്യമന്ത്രി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് മനസ്സിലാക്കാം. ആധികാരികമായിട്ട് മുഖ്യമന്ത്രി പറയുന്നത് എല്ലാ ബാറും കൂട്ടി ആണോ? 813 ബിയർ വൈൻ പാർലറുകൾ, 306 വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലകൾ ബെവ്കോയുടെ അതുണ്ടായിരുന്നു. LDF ഗവൺമെന്റ് വന്നപ്പോ ഈ ബിയർ വൈൻ പാർലറുകളിൽ ക്ലാസിഫിക്കേഷനുള്ളവയ്ക്ക് ബാർ ലൈസൻസ് പുതുക്കി നൽകി. അത് നിയമപരമായ ബാധ്യതയായിരുന്നു. ക്ലാസിഫിക്കേഷനുള്ളവയ്ക്ക് ക്ലാസിഫിക്കേഷന്റെ പേരിലാണല്ലോ വേണ്ടെന്ന് വെച്ചത്. 3 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഉള്ളവർക്ക് ബാർ ലൈസൻസ് പുതുക്കി നൽകി. അല്ലാതെ പുതിയതിനല്ല കൊടുത്തത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബിയർ വൈൻ പാർലറാക്കി മാറ്റിയ ബാർ ഹോട്ടലുകൾ ക്ലാസിഫിക്കേഷൻ കൈവരിച്ചതോ പുതുക്കി നൽകി. അതിനെ ചെയ്തത്. അങ്ങനെ ഇപ്പൊ നിലവിൽ എത്ര ഉണ്ട്? 896 ബാർ ഹോട്ടലുണ്ട്. അന്ന് ബാർ ഹോട്ടൽ ബിയർ വൈൻ പാർലറാക്കി മാറ്റിയത് എത്ര ഉണ്ടായിരുന്നു? എല്ലാം കൂടി 813. ഇപ്പോ 896. ഇതല്ലേ വസ്തുത? ഇതല്ലേ കണക്ക്? 10 വർഷം മുമ്പ് 813, ഇന്ന് 896. 10 വർഷത്തിന് ശേഷം. എന്നിട്ടാണ് പറയുന്നത് അന്ന് എല്ലാം കൂട്ടി ഇപ്പൊ എല്ലാം തുറന്നിട്ട്. ഇനി ഉമ്മൻചാണ്ടിയുടെ അവസാന വർഷത്തെ നയമാണ് ശരി എന്നാണ് VD സതീശന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഭിപ്രായമെങ്കിൽ അതിന് വീണ്ടും കൂട്ടി തയ്യാറുണ്ട്. അതാണ് ശരി എന്ന് പറയുന്നത്. ഞങ്ങൾ അതാണ് ശരി എന്ന് കരുതുന്നില്ല. അന്ന് അതിനെ എതിർത്ത ആളാണ് ശ്രീ VD സതീശൻ. ഉമ്മൻചാണ്ടിയുടെ ബാർ കൂട്ടലിനെ എതിർത്തയാളാണ് ശ്രീ VD സതീശൻ. ഇപ്പൊ അദ്ദേഹം പറയാനും അന്ന് ഉമ്മൻചാണ്ടി എല്ലാം കൂട്ടി നിങ്ങളെല്ലാം തുറന്നു എന്ന്. അതാണ് ശരിയായ നയം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ കയ്യിലെ അധികാരം തെറ്റായ നയമൊക്കെ തിരുത്താൻ
അവതരിച്ച അവതാരമാണെന്നാണല്ലോ പറയുന്നത്. എന്നാ പിന്നെ എല്ലാം കൂട്ടി അപ്പൊ വെറുതെ പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. അതാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. ഇനി മദ്യ ഉപഭോഗത്തിന്റെ കണക്കിലേക്ക് വരാം. മദ്യമൊഴുക്കി എന്നിങ്ങനെ കവലപ്രസംഗത്തിൽ പറയുന്നത് പോലെ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് കണക്ക്? കഴിഞ്ഞ 15 വർഷത്തെ കണക്ക് അസംബ്ലിയിൽ നിന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വിൽപ്പന ഏറ്റവും കൂടുതൽ നടന്നത് 15 വർഷത്തിനിടയിൽ എന്ന് പറഞ്ഞാൽ 2011-നും 2026-നും ഒരു UDF സർക്കാരിന്റെയും 2 LDF സർക്കാരിന്റെയും കാലയളവിലെ താരതമ്യമാണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വിൽപ്പന ഏറ്റവും കൂടുതൽ നടന്നത് 2012-13. ആരാ മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടി. ഏതാ ഗവൺമെന്റ്? UDF. എത്രയാണ്? 244.33 ലക്ഷം കേസ്. 244.33 ലക്ഷം കേസ്. ഇത് വിദേശ മദ്യത്തിന്റെ മാത്രമാണ്. ഈ ബിയർ ഉൾപ്പെടെയുള്ള മദ്യത്തിന്റെ ആകെ കണക്ക് നോക്കിയാൽ 15 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഉപഭോഗം ഈ 2015-16 കാലഘട്ടത്തിലാണ്. അന്നും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കണക്കാൻ പറയാം 355.95 ലക്ഷം കേസ്. 355.95 ലക്ഷം കേസ്. ഇത് നിഷേധിക്കാം. ഇനി LDF സർക്കാരിന്റെ കാലയളവിലേക്ക് വരാം. 10 വർഷത്തോളം. UDFന്റെ 5 വർഷത്തെ ശരാശരി മദ്യ ഉപഭോഗം, ശരാശരി ഒരു വർഷത്തെ 5 വർഷം എടുത്താൽ ഓരോ വർഷത്തെയും ശരാശരി മദ്യ ഉപഭോഗം 341.264 ലക്ഷം കേസ്. 341.264 ലക്ഷം കേസ്. ഈ മദ്യമൊഴുക്കി എന്ന് പറയുന്ന LDF സർക്കാരിന്റെ കാലത്ത്, ഒന്നാം LDF സർക്കാരിന്റെ കാലത്ത് 322.182 ലക്ഷം കേസ്. അതായത് 341-ൽ നിന്ന് 322 ലക്ഷം കേസായി കുറഞ്ഞു. ഒന്നാം LDF സർക്കാരിന്റെ കാലത്ത് ആകെ മദ്യ ഉപഭോഗം പറയുന്നത്. വിശദമായ കണക്ക് വേറെ ഉണ്ട് കേട്ടോ. ചില്ലറ വിദേശ മദ്യം, ബിയർ വൈൻ എല്ലാത്തിലും കുറവാണ്. ഇനി രണ്ടാം LDF സർക്കാരിന്റെ കാലത്ത് കൂടുതൽ മദ്യമൊഴുക്കി എന്നിവർ പറയുന്ന രണ്ടാം LDF സർക്കാരിന്റെ കാലത്ത് എത്രയാണ്? 315.26 ലക്ഷം കേസ്. അപ്പൊ വീണ്ടും കുറഞ്ഞു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ 5 വർഷം വാർഷിക മദ്യ ഉപഭോഗം 341.264 ലക്ഷം കേസ്. ഒന്നാം LDF സർക്കാരിന്റെ കാലത്ത് 322 ലക്ഷം കേസായിട്ട് കുറഞ്ഞു. രണ്ടാം LDF സർക്കാരിന്റെ കാലത്ത് 315 ലക്ഷം കേസായിട്ട് കുറഞ്ഞു. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം മുഖ്യമന്ത്രി സംസാരിക്കാൻ. സൈബർ പോരാളികളുടെ നിലവാരത്തിലേക്ക് മുഖ്യമന്ത്രി തരം താഴുന്നത്. നമ്മുടെ മുമ്പിൽ കണക്കുണ്ട്. നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കാണ്. ശ്രീ VD സതീശൻ ഇരിക്കുന്ന നിയമസഭയിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച കണക്കാണ്. അദ്ദേഹം ചോദ്യം ചെയ്തിട്ടില്ല. നിയമസഭയിൽ അവതരിപ്പിക്കുന്ന തെറ്റായ മറുപടി നൽകാൻ പറ്റില്ലല്ലോ. ക്വസ്റ്റ്യൻ ഞാൻ പറയാം. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം നമ്പർ 151-ന് വിശദമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട്. ഓരോ വർഷത്തെയും കണക്കിനകത്തുണ്ട്. ഓരോ വർഷം നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം, ഉപചോദ്യം ചോദിക്കാനുള്ള അവസരം പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു. തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാമായിരുന്നു. അവകാശ ലംഘനത്തിന് നടപടി സ്വീകരിക്കായിരുന്നു മന്ത്രിക്കെതിരെ. അപ്പൊ ഈ വസ്തുത നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോഴാണ് കുറെ കാലമായിട്ട് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മദ്യമൊഴുക്കി. മദ്യമൊഴുക്കിയ ഗവൺമെന്റ് UDFന്റെ ഗവൺമെന്റാണ്. ശ്രീ ഉമ്മൻചാണ്ടിയാണ് മദ്യമൊഴുക്കാൻ നേതൃത്വം കൊടുത്തത്. മദ്യമൊഴുക്കാൻ മാത്രമല്ല, അതിന്റെ പേരിൽ അഴിമതിയും ഉണ്ടായപ്പോഴാണ് ബാർ അടച്ചുപൂട്ടേണ്ടി വന്നത്. അതാണ് ബാർ കോഴ ആരോപണം. LDF സർക്കാരിന്റെ കാലത്ത് 896 ബാർ ലൈസൻസ് കൊടുത്തു. പക്ഷെ മദ്യപഭോഗം കൂടിയില്ല. കണക്ക് കാണിക്കുന്നുണ്ട്. കൂടുതൽ കണക്ക് വേണം. വരും ദിവസങ്ങളിൽ പറയട്ടെ. ഇത് തെറ്റാണെന്നൊന്ന് പറയട്ടെ. വേറെ കണക്ക്
ഉണ്ട്, കണക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. വരുമാനത്തിന്റെ കണക്ക് നോക്കാൻ നമുക്ക്. ഇപ്പൊരു മുഖ്യമന്ത്രി വസ്തുതകളുടെ പിൻബലമില്ലാതെ ആരോപണങ്ങൾ, അവാസ്തവങ്ങൾ ആരോപണങ്ങളായിട്ട് ഉപയോഗിക്കുക. ഇപ്പോഴും മദ്യം കൊടുക്കാൻ നീക്കം നടത്തിയത് ആരാണ്? മുഖ്യമന്ത്രി നേരിട്ടാണ് സ്വന്തം പാർട്ടിയെയും മുന്നണിയെയും സ്വന്തം ക്യാബിനറ്റിൽ എക്സൈസ് മന്ത്രിയെയും ഇരുട്ടത്ത് നിർത്തി മദ്യം ഒഴുക്കാൻ ശ്രമിച്ചത് ഈ മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഈ UDF മദ്യം എന്നും ഒരു കറവപ്പശുവാണ്. എല്ലാ കാലത്തും മദ്യം ഒരു കറവപ്പശുവാണ്. അതിപ്പോ നടന്നില്ല, കൈയോടെ പിടിക്കപ്പെട്ടു. ആ പിടിക്കപ്പെട്ടതിന്റെ ദോഷമാണ് അദ്ദേഹം പറയുന്നത്. അവാസ്തവം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല, അതനുവദിക്കും. ബെവ്കോ വഴി മാത്രമേ കേരളത്തിൽ മദ്യവിൽപ്പനയുള്ളൂ. എല്ലാം ബെവ്കോ, അത് എല്ലാം പറയുന്ന കാര്യമില്ല. കേരളത്തിൽ മദ്യവിൽപ്പനയുടെ കുത്തക ആർക്കാണ്? ബെവ്കോക്കാണ്. ബെവ്കോ വിതരണം ചെയ്യുന്ന മദ്യമല്ലാതെ മറ്റൊരു മദ്യം ആർക്കും ലഭ്യമല്ല കേരളത്തിൽ. ബാറ് അല്ലല്ലോ ഒരു വിഷയം, ബാറ് മാത്രമല്ലല്ലോ ഇത്. മദ്യം സുലഭമാക്കാനുള്ള നീക്കമാണ്. ഇതിവിടെ തീരുന്നില്ല, ഇത് ഇവിടെയും തീരുന്നില്ല. ഇപ്പോ UDF ചർച്ച ചെയ്യാൻ ഇനി UDF തീരുമാനിക്കുന്നതാണല്ലോ പറയുന്നത്. UDF LDFിനോടും പ്രതിപക്ഷത്തോടും നന്ദി പറയണം. കാരണം അല്ലെങ്കിൽ പത്രത്തിൽ മാത്രം വായിച്ചറിയുമായിരുന്നു. പത്രത്തിൽ വായിച്ചാണല്ലോ അറിഞ്ഞത്. പത്രത്തിൽ വായിച്ചറിഞ്ഞവരാണ്. സ്വന്തം വകുപ്പ് എക്സൈസ് മന്ത്രി പത്രത്തിൽ വായിച്ചറിയുന്ന സ്ഥിതി. UDFന്റെ കൺവീനർ ഘടകകക്ഷി DG പത്രത്തിൽ വായിച്ചാൽ അറിയുന്നത്. ഇപ്പൊ അവരെ വെച്ച് ചർച്ചയ്ക്ക് തയ്യാറായതിൽ LDFിനോട് നന്ദി പറയണം. ഈ കേസിന്റെ കണക്കുകൾ ഉൾപ്പെടെയാണ് പറഞ്ഞത്. എല്ലാം ഉൾപ്പെടെയാണ്. പ്രത്യേകം കണക്കുകൾ പ്രത്യേകം കണക്കിൽ ലഭ്യമാണ്. ആ നിയമസഭാ ചോദ്യത്തിന് ഉത്തരത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി പറഞ്ഞിരുന്നത് ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിന്റെ നികുതി കുറച്ചു, വലിയ രീതിയിൽ കുറച്ചു എന്നുള്ളതാണ്. അതിപ്പോഴല്ല, 2018 അതിന് നിയമസഭയിൽ തന്നെ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ AM ബാലഗോപാൽ നിയമസഭയിൽ തന്നെ മറുപടി പറഞ്ഞു. തൊട്ട് പിന്നാലെ പത്രസമ്മേളനം നടത്തി ഡോക്ടർ തോമസ് ഐസക് മറുപടി പറഞ്ഞു. എന്താ കാര്യം? ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിന് അത് ഇമ്പോർട്ട് ചെയ്യുന്ന, ഇറക്കുമതി ചെയ്യുന്ന അതിനെ കസ്റ്റംസ് ഡ്യൂട്ടി കേന്ദ്ര ഗവൺമെന്റ് ചുമത്തിയ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. അത് 152% അതിന്റെ മുകളിലാണ് നമ്മുടെ നികുതി. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റേനേക്കാൾ ഇപ്പോൾ കുറവായിരിക്കും. കസ്റ്റംസ് ഡ്യൂട്ടിയുടെ മുകളിലാണ്, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും വിട്ടുപോകും. കസ്റ്റംസ് ഡ്യൂട്ടി പിന്നെ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ വിൽപ്പന നികുതി ഏർപ്പെടുത്തിയ പിന്നെ ആരെങ്കിലും വിട്ടു. അപ്പൊ യഥാർത്ഥത്തിൽ നികുതി കിട്ടാൻ ഒരു മേഖലയിൽ പുതിയ നികുതി ഏർപ്പെടുത്തുക ചെയ്തു. പ്രധാനമായി പറഞ്ഞത് കഴിഞ്ഞ രാജേശ്വരൻ മന്ത്രിയാവുന്നതിന് മുൻപ് MD ഗോവിന്ദനായ സമയത്താണ് ഇത്തരത്തിലൊരു നീക്കം നടന്നത് എന്നാണ് ഞാൻ പറഞ്ഞല്ലോ. അതെന്തായിരുന്നു? ഈ വീര്യം കുറഞ്ഞ മദ്യം സംബന്ധിച്ച് അതിന്റെ നിർവചനം സംബന്ധിച്ച് നിർദ്ദേശം സമർപ്പിക്കാൻ മാത്രമാണ് ആവശ്യപ്പെട്ടത്. നികുതി ഒന്നും അവിടെ വന്നിട്ടില്ല. നികുതി ഞങ്ങൾ ഒരിക്കലും പരിഗണിച്ച വിഷയമല്ല. ഒരു ഗവൺമെന്റ് LDF ഗവൺമെന്റ് നികുതി കുറയ്ക്കുന്ന കാര്യം ഒരു ഘട്ടത്തിലും ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടല്ലേ ഈ ഫയൽ 3 കൊല്ലം 5 മാസത്തോടെ കിടന്നത്. ഞാൻ കൃത്യമായിട്ട് ഫയൽ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്നാണ് ഫയൽ 23/2/2023. പിന്നെ ആ ഫയലിന് ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുന്ന എന്നാണ് 21/5/2026. അന്നാലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് 3-ാം ദിവസം. ആ ഫയൽ നികുതിയെ കുറിച്ചുള്ള മാത്രമാണ്. മദ്യത്തിന്റെ നികുതിയെക്കുറിച്ചുള്ള അതിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. എങ്ങനെയാണ് എത്ര വേഗത്തിൽ ഇത് എത്തിയത് എന്ന് ഞാൻ ചോദിക്കട്ടെ. മുഖ്യമന്ത്രി നേരിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ആവശ്യപ്പെടാതെ 3.5 കൊല്ലമായിട്ട് അനക്കമറ്റി കിടന്ന ഫയൽ ശരവേഗത്തിൽ മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തും. സോഷ്യൽ മീഡിയയിലൊക്കെ 2022 ഉത്തരവ് അതിലെ മദ്യ കമ്പനികളുടെ ടേൺ ഓവർ ടാക്സ് കുറയ്ക്കുകയും വിൽപ്പന നികുതി കൂട്ടുകയും ചെയ്തു. അങ്ങനെ മദ്യ കമ്പനികൾ
കമ്പനികളെ സഹായിക്കുകയും ഈ ഉപഭോക്താക്കളെ വഞ്ചിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതൊന്നും പ്രതിപക്ഷം ഒരു കാലത്ത് നിയമസഭയിൽ പറഞ്ഞിട്ടില്ലല്ലോ. 2025 4 കൊല്ലം ഈ ആരോപണം നടക്കണം. അതൊക്കെ കൃത്യമായിട്ട് നികുതി വിധിച്ചെടുക്കുന്നത് അതൊക്കെ ധനകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം പലതും ഇങ്ങനെ പഴയത് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടി ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വിശദീകരണം നിയമസഭയിൽ വന്നിട്ട് അതാ പറഞ്ഞത് VM വിശദീകരണം തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വന്നത് പ്രതിപക്ഷം വ്യത്യാസമാണ്. ആരെയും അറിയിക്കാതെ സൂത്രത്തിൽ നടപ്പാക്കേണ്ട പരിപാടിയുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, 24 ദിവസം ഈ ഫയൽ കയ്യിൽ വെച്ചിട്ടും നയപരമായ സുപ്രധാനമായ തീരുമാനമായിട്ടും എന്തുകൊണ്ട് മുന്നണിയിലോ പാർട്ടിയിലോ കൺസൾട്ട് ചെയ്തില്ല? അപ്പൊ അവരറിയരുതെന്ന് നിർബന്ധം മുഖ്യമന്ത്രിക്കുള്ളത് കൊണ്ടല്ലേ? നികുതി നിർദ്ദേശം ചർച്ച ചെയ്യണം, ഇത്ര ശതമാനം എന്ന കാര്യം ചർച്ച ചെയ്യണം. പക്ഷെ കുറയ്ക്കണോ കുറയ്ക്കേണ്ടത് നയപരമായ തീരുമാനമില്ല, അത് ചർച്ച ചെയ്യണ്ടേ? അത് ചർച്ച ചെയ്യണ്ടേ? സാധാരണ എങ്ങനെയാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുക? ഒരു മുന്നണി ഒരു നയം അംഗീകരിച്ച് ആ നയം നടപ്പാക്കാനുള്ളതാണ് ബജറ്റ്. കാരണം ബജറ്റ് നടപ്പാക്കിയിട്ട് പിന്നെ നയമാണോ ആലോചിക്കുന്നത്? ഈ ബജറ്റ് നിർദ്ദേശം പിൻവലിക്കണമെന്ന ആവശ്യം സുധീര കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട്. മുന്നോട്ട് പോകാനാണ് അവരും അതിന്റെ അകത്ത് ചർച്ച ചെയ്യാത്ത രീതിയിലുള്ള അതിർത്തിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ബോധം അതന്നെ പറഞ്ഞത് ബോധപൂർവ്വമാക്കി വെച്ചത് സുധീരനാണല്ലോ നേരത്തെ മുഖ്യമന്ത്രിയാക്കാൻ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചു എന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തത്. VPF സുധീരനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വലിയ ഉത്തരവാദിത്വം ബഡ്ജറ്റ് പാസ്സാക്കിയാണെന്നാണ് പറയുന്നത്. ബഡ്ജറ്റ് പാസ്സാക്കിയാൽ സ്വാഭാവികമായും വിൽക്കാനുള്ള നിയമപരമായ മാർഗങ്ങളെല്ലാം മധ്യ കമ്പനികൾക്ക് തുറന്നു കിട്ടില്ല. അത് UDFന്റെ പേരിൽ തടയാൻ പറ്റും. എങ്ങനെ പറ്റും? ബജറ്റ് പാസ്സാക്കുന്നതോടുകൂടി നിയമാവില്ലേ? നിയമസഭ പാസ്സാക്കുന്നതാണ് ബജറ്റ്. UDFന്റെ മാത്രമാണ് നയം. അതായത് ഈ മദ്യ കമ്പനിയെ വിൽക്കാൻ വന്നാൽ പറ്റില്ലെന്ന് എക്സൈസ് വകുപ്പ് പറഞ്ഞത് കോടതിയെ സമീപിച്ചാൽ മദ്യ കമ്പനിക്ക് ബജറ്റ് പാസ്സായി കഴിഞ്ഞ ശേഷം UDF നയത്തിൽ എന്ത് തീരുമാനിച്ചാലും ഈ നിർദ്ദേശം ബജറ്റിൽ ഉണ്ടെങ്കിൽ മദ്യ കമ്പനികൾക്ക് വിൽക്കാം, ഈ നികുതി നിരക്കിന് വിൽക്കാം. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചു, വിൽക്കുകയാണെങ്കിൽ ഇതായിരിക്കും നികുതി നിരക്ക്. മനസ്സിലായി? ഈ നികുതി നിരക്കിൽ വിൽക്കാനുള്ള സൗകര്യം. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ ശുഭാശ്രീകൾ അതുപോലെ തന്നെ മറ്റു മദ്യ കമ്പനികളുമായിട്ട് LDF സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് പിന്നെ മറുപടി ഡോക്ടർ തോമസ് ഐസക്കും ബാലഗോപാലും നിയമസഭയിലും ഐസക്ക് പുറത്ത് പത്രത്തിൽ നടന്നിട്ട് പറഞ്ഞ കാര്യം. കാരണം എന്താ? അത് ഇമ്പോർട്ട് ചെയ്യുന്ന മദ്യം, ഇമ്പോർട്ട് ചെയ്യുന്ന മദ്യത്തിന് കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. അതിന് പുറമെയാണ് വിൽപ്പന നികുതി ഇവിടെ ഏർപ്പെടുത്തിയത്. അല്ലെന്ന് അദ്ദേഹം പറഞ്ഞത് വിൽപ്പന നികുതി കുറച്ചു വെച്ചു എന്നാണ്. വിൽപ്പന നികുതി കുറച്ചു വെക്കുന്നതിന്റെ കാര്യം എന്താ? വേറൊരു നികുതി കൂടി ഉള്ളതുകൊണ്ടാണ്, കസ്റ്റംസ് ഡ്യൂട്ടി കൂടി ഉള്ളതുകൊണ്ടാണ്. കസ്റ്റംസ് ഡ്യൂട്ടി വിൽപ്പന നികുതിയും ചേരുമ്പോഴോ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തേക്കാൾ കൂടുതൽ ആവും. അന്ന് 210%. ഞാൻ പറയാം, അന്ന് 210% ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് കേരളത്തിലെ വിൽപ്പന നികുതി. ഫോറിൻ ലിറ്റർ വന്നപ്പോ അതിന് 78% വിൽപ്പന നികുതി ഏർപ്പെടുത്തി. 182% മറ്റേ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ എത്രയായി? 230 അല്ലെ? 230. അപ്പൊ തന്നെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തേക്കാൾ കൂടുതലാണ്. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം മുഖ്യമന്ത്രി പറയാൻ. അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്ന് മറക്കെടുക്കുന്നു പലപ്പോഴും. മുഖ്യമന്ത്രി പറയുമ്പോൾ തന്നെ ആധികാരികത വേണ്ടേ? വസ്തുതകളുടെ കണക്കിന്റെ പിൻബലം വേണ്ടി. ശരി.